നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മൈഥിലി നിന്നെ ഞാൻ തിരക്കി നടക്കുകയായിരുന്നു. എന്റെ ജീവിതം തകർത്തിട്ട് കടന്നു കളഞ്ഞവരാ നീയും നിന്റെ അവനും. മീനാക്ഷി, എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. നീ ക്ഷമ ചോദിച്ചാ തിരിച്ചു കിട്ടൂടെ എന്റെ ജീവിതം? നീ മാപ്പ് പറഞ്ഞ തീരുന്നതാണോടി ഞാൻ അനുഭവിച്ച വേദന? എനിക്ക് നേരിടേണ്ടി വന്ന മാനക്കേട് നിന്നെ ദൈവം എന്റെ മുൻപിൽ കൊണ്ടുവന്ന് തന്നതാ. ഇന്ന് നിന്റെ കഥ തീരും. ACP കൂടിയുണ്ട്. അങ്ങേരി ബീച്ചില് നിന്നെ തിരക്കി നടക്കുക. മീനാക്ഷി, ദയവേത് നീ എന്നെ കാർത്തിക്കിന് കാണിച്ചു കൊടുക്കരുത്. അവൻ എന്നെ കൊന്നുകളയും. കൊല്ലട്ടെ, മരണോ നിനക്കുള്ള ശിക്ഷ. മീനാക്ഷി, നിനക്കും നിന്നെ കൊണ്ടുപോയ ആ ഫ്രോഡിനും ഒളിച്ചോടാനുള്ള എല്ലാ സഹായം ചെയ്തത് ഞാനാണെന്നല്ലേ നീ എഴുതി വെച്ചത്? അതിനാദ്യമേ തന്നെ നിന്റെ ചെകിടം നോക്കി ഒരെണ്ണം തരേണ്ടതാ. എന്റെ കയ്യിലെ കുഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് ഞാൻ പിന്നത്തേക്ക് മാറ്റി വെക്കുക. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ ക്ഷമിച്ചേ പറ്റൂ. ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. കാർത്തി വരുന്നതിന് മുമ്പ് എനിക്ക് പോണം. നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ നീ പോവാൻ? മീനാക്ഷി, നിന്നെ ACPക്ക് പിടിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ. അയാൾ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ നിന്നെ സഹായിക്കുന്നുവെന്നാ. ACP ഈ സമയത്ത് എവിടെ പോയി? ACP, മീനാക്ഷി, ACP, ACP. എന്റെ പൊന്നു മോളെ. മീനാക്ഷി, എന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ. നിന്റെ കുഞ്ഞോ? പ്രസവിച്ച് ഇതിനെ വലിച്ചെറിഞ്ഞ് കാമുകന്റെ കൂടെ ഒളിച്ചോടിയവളാ നീ. ദുഷ്ടയായി നിനക്ക് എന്റെ കുഞ്ഞിനെ ഞാൻ തരാനോ? തരില്ല ഞാൻ. മീനാക്ഷി, അല്ല, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? മൃഗങ്ങൾ പോലും കാണിക്കാത്ത ക്രൂരതയാ നീ കാണിച്ചത്. എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന്. ACP, ഭാഗ്യം അവൻ എന്നെ കണ്ടില്ല. എത്ര ദുഷ്ടയാണെങ്കിലും ഞാനൊരു പെറ്റമ്മയല്ലേ മീനാക്ഷി? ഒന്ന് ഞാൻ കുഞ്ഞിനെ എടുത്തോട്ടെ. എടുത്തോ. മീനാക്ഷി, അവളെ വിടരുത്. ACP, ഒന്ന് വേഗം വാ. അയ്യോ, കപ്പലിനകത്ത് തന്നെ കള്ളനുണ്ടാകുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കണ്ടില്ലേ കാശുമോഷണക്കാരി ദേ നിന്റെ കൺമുന്നിൽ തന്നെ നിൽക്കുന്നു. അമ്മേ, ഞാൻ ആരുടെ കാശൊന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ഇതെന്താ കീറക്കടലാസോ? ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതാ നിന്നെ എന്റെ കൺമുമ്പിൽ. ദൈവം നീതിമാന്മാർക്കൊപ്പമേ നിൽക്കൂ എന്നതിന് ഒരു തെളിവ് കൂടി അടിയത്.
നിന്റെ മട്ടും ഭാവവും പരിങ്ങലും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. 2 ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിരുന്നു നീ ഈ മോഷണം നടത്തിയത്. ഒന്നാമത്, ജഗദീഷിനോട് പറയാൻ പറ്റാത്ത നിന്റെ എന്തോ ഒരു കാര്യം നിറവേറ്റണം. 2, ഈ നിൽക്കുന്ന എന്റെ മകൾ നന്ദിനിയെ നിനക്ക് കള്ളിയാക്കണം. അവളെ എങ്ങനെയും നാണം കെടുത്തി ഈ ചെമ്പകമംഗലത്ത് നിന്ന് പറഞ്ഞയക്കണം. പറയടി, അതല്ലായിരുന്നോ നിന്റെ ലക്ഷ്യം? അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയരുത്. മിണ്ടരുത് നീ. എന്നെ അമ്മയെന്ന് വിളിക്കുകയായിരുന്നു. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ നിന്നെ പോലെ ചീപ്പല്ലടി. അഭിമാനികളായി പലരുമുള്ള ഈ തറവാട്ടിൽ നീ ഒരു അപമാനോ? അമ്മ, ഇനി മതി. നീ ഒരു അക്ഷരം മിണ്ടരുത്. കൊലപാതക കുറ്റം ഞാൻ ക്ഷമിക്കും, അതിനൊരു റീസൺ ഉണ്ടാവും. പക്ഷേ മോഷണം അതെനിക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റില്ല. അമ്മേ, പതിവില്ലാതെ നിന്റെ ഒരു പുറത്തുപോകൽ കണ്ടപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയതാ. പണം കാണാനില്ലെന്ന് അറിഞ്ഞതോടെ എനിക്ക് ഉറപ്പായി ആ പണം നീ തന്നെയാ എടുത്തതെന്ന്. അതുകൊണ്ട് തന്നെയാടി ഈ നോട്ടുകൾ കള്ളനോട്ടുകളാണെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. ഞാനൊരു കള്ളം പറഞ്ഞപ്പോ ഒരു കള്ളിയുടെ മുഖം മൂടി തെറിച്ചു. അമ്മേ, എന്റെ മകൻ ജഗദീഷ് സത്യസന്ധനും മാന്യനുമാണ്. അവനോട് പറഞ്ഞാലേ നിന്റെ എന്താവശ്യവും അവൻ നിറവേറ്റി തരുമായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ എന്റെ മോനെ നാണം കെടുത്താൻ വേണ്ടി നീ എന്തിനാ ഈ പണം മോഷ്ടിച്ചത്? ആർക്കു വേണ്ടി? എനിക്കറിയണം. നീ പറഞ്ഞേ പറ്റൂ. ആർക്കു വേണ്ടിയാ നീ ഈ പണം മോഷ്ടിച്ചത്? ഞാൻ ആർക്കു വേണ്ടിയും പണം മോഷ്ടിച്ചിട്ടില്ല. അഭിമാനിയായ എന്റെ മകന്റെ തലയിൽ വന്നു കയറിയ മഹാ അപമാനമാണ് നീ എന്ന ഭാര്യ. അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് നീ പടിയിറങ്ങണം. അമ്മേ, എന്റെ മകൻ ജഗദീഷ് മാതാപിതാക്കളുടെ വാക്കുകൾ കൂടി കേട്ട് ജീവിക്കുന്നവനാ. നീ മോഷ്ടിച്ചുവെന്ന് അവൻ അറിഞ്ഞ നിന്നെ അവൻ കൊന്നുകളെ. അതുകൊണ്ടൊരു ദുർമരണ ഏറ്റുവാങ്ങാതെ അവൻ വരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയ്ക്കോ. നിന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തോണം. നിന്നെ ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. നന്ദിനി, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.